ഇരിക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇങ്ങനെയൊരു ജന്മം. അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷെ അത് ഇത്ര രീതിയിൽ പബ്ലിക്കായിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. ദയവേത് ഈ കോണ്ടന്റ് വെളിയിൽ വിടരുത്. എന്താ കാര്യം? ആ സമയത്ത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ഇവിടെ പോലെ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. മസ്താനി മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഡു യു തിങ്ക് ഇറ്റ്സ് റൈറ്റ്? സോറി പറഞ്ഞു, പക്ഷെ അതെനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ അത്രക്കാരൻ നഹിഹേ. ഇത് ഇഷ്യൂ ആക്കാൻ മാത്രം ചീപ്പ് ആയിട്ടുള്ള പ്ലേസിൽ നല്ല നമ്മൾ വരുന്നത്. അവൾ എന്നെ ടച്ച് ചെയ്ത് കാണിച്ചപ്പോഴാണ് I really wanted to ask you and that's why I'm asking. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന് എന്തോന്ന് ഒരു പെണ്ണിനെ വൃത്തിയായിട്ട് രീതി നോക്കിയിട്ടില്ല. എല്ലാരെയും മര്യാദയ്ക്ക് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പുറത്തിപ്പുറത്തുള്ളൊരു കേക്കല്ലേ ഈശ്വര. കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ. നീ വലിയ അന്തസ്സുകാരിയാണെന്ന് നാട്ടുകാരെ അറിയിട്ടേ. മസ്താനി എന്റെ അടുത്ത് കാണിച്ചു ഏത് ഇന്റൻസിറ്റിയിലുള്ള ടച്ച് ആയിരുന്നു എന്നുള്ളത്. Then he said sorry also. Like അത് ഓക്കെ ആയിട്ടുള്ള ടച്ച് അല്ല. It's not a good touch. Completely inappropriate. ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. അതിന് മാത്രം എനിക്ക് എന്താണ് ഒരു കുറവ്? ആള് സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റും. കുട്ടി എന്റെ ദേഹത്ത് അത് തൊട്ട് കാണിച്ചതിന് ശേഷം ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. എനിക്ക് ഇത് നല്ല ദേഷ്യം വന്നു. അവളിത് തന്നെ ടച്ച് ചെയ്തും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇമ്മീഡിയറ്റ്ലി വേണമെങ്കിൽ ചോദിക്കണമായിരുന്നു. എന്റെ അടുത്ത് കാണിച്ചത് വെച്ചിട്ട് റോങ് ആയിരുന്നു, അത് ബാഡ് ടച്ച് ആയിരുന്നു, അത് ഞാൻ ചോദിച്ചു. ഇത് വള്ളികുട്ടി കേസാണ്. ഇവിടെ നീങ്ങുമല്ലോ, നീങ്ങും മസ്താനി എത്തുന്നുണ്ട്. നീങ്ങുമ്പോ ഇങ്ങനെ പോയപ്പോ ഇടിച്ചു. അപ്പൊ ഞാൻ മസ്താനി സോറി എന്ന് പറഞ്ഞു. ഇതാണ് ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. നന്നായിട്ടുണ്ട്. നീ ഇരുന്നാ അറിയാണ്ടടാ. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അപ്പൊ തട്ടിപ്പാണല്ലേ? സംശയമുണ്ടോ? പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. മേലെ ഇമാതിരി പോക്കൃതം കാണിക്കണം.